ഇപ്പോൾ കുട്ടി ഇരിക്കുന്ന ഒരു പ്രായമുണ്ട്, നടക്കുന്ന ഒരു പ്രായമുണ്ട്, ചിരിക്കുന്ന ഒരു സോഷ്യൽ സ്മൈൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ മാസത്തിൽ ഓരോ മൈൽ സ്റ്റോൺസ്, ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ് എന്ന് പറയും. ഈ കാര്യങ്ങൾ ഈ കുട്ടിക്ക് നാച്ചുറലായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഹിയറിങ്, ഇതേപോലെ തന്നെയാണ് ലാംഗ്വേജ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓരോ ഘട്ടത്തിലാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഹിയറിങ്, ഒരു നോർമലായിട്ട് ഹിയറിംഗ് ഉള്ള കുട്ടി റൈറ്റ് ഫ്രം ബർത്ത് കേട്ടോണ്ടിരിക്കുകയാണ്. ഇൻഫാക്ട് സ്റ്റഡീസ് പറയുന്ന ബർത്ത് അല്ല, ഇൻ ദ വൂം, അതായത് വയറിനകത്ത് കിടക്കുന്ന ടൈമിലെ കുട്ടി കേൾക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം ഈ ഓഡിയോ ക്ലൂസ് അല്ലെങ്കിൽ ഈ സൗണ്ട് സിഗ്നൽസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ പെർസീവ് ചെയ്താൽ മാത്രമേ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആവുള്ളൂ. അപ്പം ഇതിനകത്തൊരു ലാഗ് വരുമ്പോൾ, അതായത് ഈ സൗണ്ട് സിഗ്നൽ ഇപ്പോൾ കുട്ടി കേൾക്കുന്നില്ല, കുട്ടിയുടെ ആ ഹിയറിംഗ് സെൻറ്റർ, ഇപ്പോൾ ബ്രെയിനകത്ത് നമുക്കിപ്പോൾ കാഴ്ചയ്ക്ക് ഒരു സെൻറ്റർ ഉണ്ട്, ഹിയറിംഗിനുള്ള സെൻറ്റർ ഉണ്ട്, സ്പീച്ചിന് സെൻറ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലോട്ട് ഇൻപുട്സ് ചെല്ലുന്നില്ല. അപ്പോൾ ഇൻപുട്സ് ചെല്ലാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഹിയറിംഗ് ഇല്ലെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല. അപ്പം ലാംഗ്വേജ് ഡിലേ വരും. അപ്പോൾ ഇതാണ്. അപ്പം നമ്മൾ ആ ഒരു റൈറ്റ് ടൈമിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു പക്ഷേ റെക്ടിഫൈ ചെയ്യാം.